ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ പറയാൻ പോകുന്നതിന് ക്യാരക്ടറൈസേഷൻ ഓഫ് റീമാൻ ആൻഡ് ലെബേക്ക് ഇൻ്റഗ്രബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ടൊരു ലെമ്മയാണ് നോക്കാം. ലെറ്റ് ഫൈ എൻ ആൻഡ് സൈ എൻ ബി സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ എ സച്ച് ദാറ്റ് phi n is increasing while psi n is decreasing on E. Let the function f on E have the property that phi n less than or equal to f less than or equal to psi n on E for all n. If limit n tends to infinity, integral over E psi n minus phi n equal to 0, then phi n converges to f pointwise almost everywhere on E. Psi n converges to f pointwise almost everywhere on E, f integrable over A. And limit n tends to infinity, integral over A phi n equal to integral over A f, and limit n tends to infinity, integral over A psi n equal to integral over A f. അപ്പോൾ എന്താ പറയുന്നത്, phi n ഉം psi n ഉം എന്ന് പറയുന്ന രണ്ട് സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. സച്ച് ദാറ്റ് phi n എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്, psi n ഡിക്രീസിങ് ആണ്. അപ്പോൾ നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. എഫിൻ്റെ താഴെ വരുന്ന കുറേ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഇത് ഇൻക്രീസിങ് ആയിട്ട് വരികയാണ്. ഓക്കെ, അതുപോലെ psi n എന്ന് പറയുന്നത് എഫിൻ്റെ മുകളിൽ വരുന്ന ഫങ്ഷൻസ് ആണ്. അതിങ്ങനെ ഡിക്രീസിങ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂടാതെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ psi n മൈനസ് phi n ഈക്വൽ ടു 0. ഈ phi n-ൻ്റെയും psi n-ൻ്റെയും ഇൻ്റഗ്രലിൻ്റെ ഡിഫറൻസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് as n ടെൻസ് ടു ഇൻഫിനിറ്റി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 0-ലോട്ട് അപ്രോച്ച് ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ psi n-ഉം phi n-ഉം എഫിലോട്ട് കൺവേർജ് ചെയ്യും. ഓൾമോസ്റ്റ് എവരിവെയർ പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടായിരിക്കും. എഫ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ലിമിറ്റ് എഫ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പം psi n phi n എന്ന് പറയുന്ന ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് എന്താണ്, ഇൻക്രീസിങ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞിരുന്ന, അതായത് ഈ സെമിസ്റ്ററിൽ പറഞ്ഞ മൊണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം ഈ ഇൻക്രീസിങ് ഫങ്ഷൻസിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതായത് റിയൽ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് ഓഫ് ഇൻക്രീസിങ് ഫങ്ഷൻസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അവരെ നമ്മൾ phi സ്റ്റാർ ആൻഡ് psi സ്റ്റാർ എന്ന് റെസ്പെക്റ്റീവ്ലി വിളിക്കുകയാണ്. അപ്പോൾ phi n-ൻ്റെ ലിമിറ്റിനെ phi സ്റ്റാർ എന്നും psi n-ൻ്റെ ലിമിറ്റിനെ psi സ്റ്റാർ എന്നും നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, ഇനി phi സ്റ്റാറും psi സ്റ്റാറും എന്തായിരിക്കും, മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് ആയതുകൊണ്ട് തന്നെ അതും മെഷറബിൾ ഫംഗ്ഷൻ ആയിരിക്കും. കൂടാതെ phi n ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ phi n-ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സുപ്രീമം എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ phi n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 സ്റ്റാർ ആയിരിക്കും. അതുപോലെ psi n ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് അതിൻ്റെ ഇൻഫിം ആയിരിക്കും. അപ്പോൾ psi സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n ആയിരിക്കും. കൂടാതെ ഈ 5 സ്റ്റാർ ഇപ്പം psi n-ൻ്റെ ലിമിറ്റ് phi n ലെസ് ദാൻ ഓർ ഈക്വൽ ടു f ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിൻ്റെ ഇടയിൽ എഫിൻ്റെ എന്തായിരിക്കും, phi സ്റ്റാറിൻ്റെയും psi സ്റ്റാറിൻ്റെയും ഇടയിലായിരിക്കും ഈ എഫ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇനീക്വാളിറ്റി പറയാം. phi n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു f ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi സ്റ്റാർ ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n ഫോർ ഓൾ n. ഓക്കെ, ഇനി ഇതിൽ മൊണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം phi സ്റ്റാറിന് psi സ്റ്റാറിൻ്റെ ഇടയിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ, അതായത് psi സ്റ്റാർ മൈനസ് phi സ്റ്റാർ എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n മൈനസ് phi n എന്ന് പറയാം. കാരണം ഇതെങ്ങനെയാണ്, ഇവിടെ phi n നമ്മൾ ഒരുപാട് തവണ കഴിഞ്ഞ സെമിസ്റ്ററിലൊക്കെ പറഞ്ഞ കാര്യമാണ്. phi n phi സ്റ്റാർ f psi സ്റ്റാർ psi n അങ്ങനെയല്ലേ. അപ്പോൾ ഈ ഡിഫറൻസിനേക്കാൾ വലുതായിരിക്കും ഈ ഡിഫറൻസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, psi സ്റ്റാർ മൈനസ് phi സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n മൈനസ് phi n. അവിടെ ഇനി ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ ഈ psi സ്റ്റാർ മൈനസ് phi സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ psi n മൈനസ് phi n.
അപ്പോൾ ഇനി ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5* മൈനസ് i* കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൽ പ്രസക്തിയില്ല. അപ്പം വിച്ച് ഇസ് ഓൾവേസ് അല്ലെങ്കിൽ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ n മൈനസ് n എഴുതാം. ഇൻ്റഗ്രൽ ഓവർ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ n മൈനസ് n 0 ആണ് എന്ന് നമ്മുടെ അസംഷൻ തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ i* മൈനസ് i* ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് പറയാം? i* മൈനസ് i* ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ. നമ്മൾ നേരത്തെ കണ്ട റിസൾട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് i* ഈക്വൽ ടു i* ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ i* ഈക്വൽ ടു i* ഓൾമോസ്റ്റ് എവ്രിവെയർ ആൻഡ് i* ലെസ് ദാൻ ഓർ ഈക്വൽ ടു f ലെസ് ദാൻ ഓർ ഈക്വൽ ടു i*. അപ്പോൾ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? i*ഉം i* ഈക്വൽ ആണ്. ഓൾമോസ്റ്റ് എവ്രിവെയർ അത് ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ എഫ് വരുന്നതെന്ന് പറയുമ്പം നമുക്ക് എന്ത് പറയാം? i* ഈക്വൽ ടു ഈക്വൽ ടു എഫ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറയാം. അപ്പോൾ ഈ i* എന്താ? n-ൻ്റെ ലിമിറ്റാണ്. അപ്പോൾ i*ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് n-ൻ്റെ നമ്മൾ n-ന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് എഫ് തന്നെയാണ് എന്നാണ് ഇപ്പം നമ്മൾ കാണിച്ചത് അല്ലേ? ആദ്യം അതിൻ്റെ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പ്രകാരം അതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ വെച്ച് നമ്മൾ അവസാനം ആ ലിമിറ്റ് എന്ന് പറയുന്നത് എഫിന് ഈക്വൽ ആണ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് കാണിച്ചു. അതായത് n എന്ന് പറയുന്ന എഫിലോട്ടാണ് ഓൾമോസ്റ്റ് എവ്രിവെയർ പോയിന്റ് വൈസ് കൺവേർജൻസ് ഉള്ളത്. n i*ലേക്ക് ഓൾമോസ്റ്റ് എവ്രിവെയർ കൺവേർജൻസ് ആണ് എന്നുള്ള അസംഷനിൽ നമ്മൾ വന്നത്. അതായത് i* എന്ന് പറഞ്ഞാൽ ആ കൺവേർജൻസുള്ള ആളാണ്. അങ്ങനെ ഒരു i* എക്സിസ്റ്റ് ചെയ്യും എന്ന് കാണിച്ചു. ആ i* എന്ന് പറയുന്നത് ഇപ്പോൾ എഫ് തന്നെയാണ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? n ഈസ് കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവ്രിവെയർ. അതുപോലെ i* എന്ന് പറയുന്നത് എഫിന് ഈക്വൽ ആണ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്നുള്ളതിന് എന്ത് കിട്ടും? n കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് കാണിക്കേണ്ട റിസൾട്ട് ഇതായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ n കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവ്രിവെയർ ആൻഡ് n കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവ്രിവെയർ, അത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി എഫ് ഇൻ്റഗ്രബിൾ ആണെന്നും ഇൻ്റഗ്രലും ലിമിറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പം ഏതായാലും n-ഉം n-ഉം മെഷറബിൾ ആണ്. അതിൻ്റെ പോയിന്റ് വൈസ് ലിമിറ്റാണ് എഫ് എന്നുള്ളതുകൊണ്ട് എഫ് മെഷറബിൾ ആണ് എന്ന് കിട്ടും. കൂടാതെ എഫ് മൈനസ് i1 ലെസ് ദാൻ ഒരു നമുക്കറിയാം എഫ് ലെസ് ദാൻ ഒരു ഈക്വൽ അല്ലേ? എഫ് ലെസ് ദാൻ ഒരു ഈക്വൽ ടു n ഫോർ എവറി n ആണ്. സോ എഫ് ലെസ് ദാൻ ഒരു ഈക്വൽ ടു i1 ആണ് ഇൻ പെർട്ടിക്കുലർ. ഇനി അപ്പോൾ എഫ് മൈനസ് ϕ1 ലെസ് ദാൻ or ഈക്വൽ ടു ϕ1 മൈനസ് ϕ1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എഫ് മൈനസ് ϕ1 ലെസ് ദാൻ or ഈക്വൽ ടു ϕ1 മൈനസ് ϕ1. ഈ ϕ1ഉം ϕ1ഉം ഇൻ്റഗ്രബിൾ ആണ് തന്നിട്ടുണ്ട്, അസംഷനിൽ തന്നിട്ടുണ്ട്. ദേ ആർ ഇൻ്റഗ്രബിൾ. അപ്പം നമുക്ക് അതിനേക്കാൾ നമ്മുടെ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് ഇത് ഇൻ്റഗ്രബിൾ ആണ്, എഫ് മൈനസ് ഐ1 എന്ന് പറയുന്നത് അതിനേക്കാൾ ചെറിയൊരു നോൺ നെഗറ്റീവ് ഫംഗ്ഷനുമാണ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് എന്ത് പറയാം? എഫും ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്ന് പറയാം. ഇനി ആ ഇൻ്റഗ്രൽ, അപ്പോൾ നമുക്ക് ഇതും ക്ലിയർ ആയി, എഫ് ഈസ് ഇൻ്റഗ്രബിൾ എന്ന് പറയും. ഇനി നമുക്ക് ഈ ഒരു ഇക്വാലിറ്റിയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് ഇൻ്റഗ്രൽ ഓവർ ഈ n മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എടുക്കുക. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ n മൈനസ് എഫ് എന്ന് പറയാലോ. ലീനിയാരിറ്റി പ്രകാരം ഇങ്ങനെ പറയാം, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ n മൈനസ് n. എന്തുകൊണ്ടാ? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. അപ്പം മൈനസ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് n. Therefore, n minus f less than or equal to n minus n. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ ഈ n മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ലെസ് ദാൻ or equal to ഇൻ്റഗ്രൽ ഓവർ ഈ n മൈനസ് n. ഇനി അത് ഈ n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ സൈഡിലെ ഫസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ n മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻ്റഗ്രൽ ഓവർ എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ n മൈനസ് n. ഇതെന്താ? ഇറ്റ് ഇസ് ഈക്വൽ ടു 0 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ n മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? അതെന്തായാലും 0നേക്കാൾ വലിയ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും.
Therefore, limit n tends to infinity integral over a psi n equal to integral over a f. Limit n tends to infinity integral over a psi n equal to integral over a f. ഇനി ഫൈ എന്നിൻ്റെ കേസും ഇതുപോലെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഫൈ എൻ എന്നെടുത്ത് കഴിഞ്ഞാൽ, കാരണം ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം. വിച്ച് ഈസ് ബൈ ലീനിയാരിറ്റി ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് ഫൈ എൻ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സൈ എൻ മൈനസ് ഫൈ എൻ. ഓക്കെ, ഇവിടെ നമ്മൾ തിരിച്ചാണ് എടുക്കുന്നത്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, എഫ് മൈനസ് ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ മൈനസ് ഫൈ എൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിവിടെ അതിൽ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം. ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ലിമിറ്റ് ഇൻ്റഗ്രൽ ഓവർ എഫ് എന്താവും, ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് ലിമിറ്റ് ഇൻ്റഗ്രൽ ഓവർ ഫൈ എൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ ഓവർ സൈ എൻ മൈനസ് ഫൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 0. അതിന് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈക്വൽ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ ഓവർ ഫൈ എൻ കിട്ടും. അപ്പം ഈ ലെമ്മ പ്രൂവ് ആയി. ഓക്കെ, ആദ്യം എഫ് ഈ കൺവേർജൻസ് പറയാൻ വേണ്ടി ആദ്യം ഇതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. സൈ എന്നിനും ഫൈ എന്നിനും ഇങ്ങനെയുള്ള അസംഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അത് എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് വൈസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് എന്ന് പറയുന്ന എഫ് തന്നെയാണ് ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് നമ്മൾ കാണിച്ചു. അപ്പോൾ അതിൽ നിന്ന് സൈ എന്നും ഫൈ എന്നും എഫിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടെന്ന് കിട്ടി. പിന്നെ നമ്മളൊരു കേസ് മാത്രം എടുത്തു, അതായത് എഫ് മൈനസ് ഐ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് മൈനസ് ഫൈ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ വൺ മൈനസ് ഫൈ വൺ. അല്ലെ സൈ വണ്ണും ഫൈ വണ്ണും ഒക്കെ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് തന്നെ കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് എഫ് മൈനസ് ഫൈ വൺ ഇൻ്റഗ്രബിൾ ആണെന്ന് കിട്ടും. അതിൽ നിന്ന് എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് കിട്ടും. ഓക്കെ, പിന്നീട് ഈ ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ്, തിയറം 7. Let f be a bounded function on a set of finite measure e. Then f is Lebesgue integrable over e if and only if it is measurable. അപ്പോൾ എന്താ പറയുന്നത്, എഫ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ. അങ്ങനെയാണ് എഫ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മെഷറബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൂഫ് എഫ് ബൗണ്ടഡ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കാണിക്കേണ്ടത് എഫ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണ് ഇംപ്ലൈസ് എഫ് മെഷറബിൾ ആണ് എന്നും എഫ് മെഷറബിൾ ആണ് ഇംപ്ലൈസ് എഫ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണ് എന്നുമാണ്. അപ്പോൾ എഫ് മെഷറബിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയർ ആയി. ഇനി നമുക്ക് കാണിക്കേണ്ടത് എഫ് ബൗണ്ടഡ് ആണ്, എഫ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണ് എങ്കിൽ എഫ് മെഷറബിൾ ഫംഗ്ഷൻ ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. എഫ് ഈസ് ഇൻ്റഗ്രബിൾ. എഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്പർ ആൻഡ് ലോവർ ലെബേക്ക് ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യും. അവർ തമ്മിൽ ഈക്വലും ആയിരിക്കും. അപ്പോൾ ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ കേസിൽ എന്തായിരുന്നു ലെബേക്ക് ഇൻ്റഗ്രൽ പറഞ്ഞത്, അപ്പർ ആൻഡ് ലോവർ. എങ്ങനെയാണ് എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞാൽ എഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്, എഫ് ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞ അപ്പർ ആൻഡ് ലോവർ ബൗണ്ടഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ കേസിൽ ഇത് പറഞ്ഞിരുന്നു അല്ലേ. അതായത് അപ്പർ ലെബേക്ക് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരുന്നത് ഇൻ്റഗ്രൽ ഫൈ എൻ സച്ച് ദാറ്റ് ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആവുന്ന ആൻഡ് ഫൈ എൻ സിമ്പിൾ, ഇത്തരം ഫങ്ഷൻസ് എടുത്തു. ഇതിൻ്റെ സുപ്രീമമായിട്ടായിരുന്നു നമ്മൾ ലോവർ ലെബേക്ക് ഇൻ്റഗ്രലിനെ ഡിഫൈൻ ചെയ്തത്. അപ്പർ ലെബേക്ക് ഇൻ്റഗ്രലോ ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ സൈ എൻ സച്ച് ദാറ്റ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ആൻഡ് സൈ എൻ സിമ്പിൾ. ഓക്കെ, അപ്പോൾ എഫ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ലെബേക്ക് ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യും, ഇത് ഈക്വൽ ആയിരിക്കും എന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെ പറയാം, ലോവർ ഇവിടെ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ഐ എന്നും ഫൈ എന്നും എക്സിസ്റ്റ് ചെയ്യും സച്ച് ദാറ്റ് ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ഫോർ ഓൾ എൻ. കൂടാതെ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ സൈ എൻ മൈനസ് ഫൈ എൻ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താ, ഈ ഇൻ്റഗ്രൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് സുപ്രീമം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ലിമിറ്റായിട്ട് പറയാം.
അപ്പോൾ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ ഫൈ എൻ എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ആണ് എന്നാണ് നമ്മുടെ അപ്പർ ലെബേക്ക് ഇത് ഇൻ്റഗ്രബിൾ ആണെന്നുള്ളതിൽ നിന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ സൈ എൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ആണ് എന്നാണ് ലോവർ ഇത് രണ്ടും ഇൻ്റഗ്രബിൾ ആണെന്നുള്ളതും പറയുന്നത്. വേർ ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ അല്ലേ. എഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെന്നുള്ളതിന് നമുക്ക് ഈ കാര്യം പറയാം. അതായത് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ എ സൈ എൻ മൈനസ് ഫൈ എൻ എന്താ, ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ എ സൈ എൻ മൈനസ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ എ ഫൈ എൻ എന്ന് പറയാം. ഇതെന്താ, ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എഫ് ഇൻ്റഗ്രബിൾ ആണെന്നുള്ളതിന് എന്ത് പറയാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഇ സൈ എൻ മൈനസ് ഫൈ എൻ ഈക്വൽ ടു 0 ആണെന്ന് പറയും. കൂടാതെ സൈ എൻ മൈനസ് എഫ് ലെസ് ദാൻ ഒരു ഫൈ എൻ ആണ്, ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ആണെന്നും പറയാം. അങ്ങനെ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ലെമ്മയിലേക്കാണ് പോകുന്നത്, നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ലെമ്മയിൽ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് ട്രൂ ആണെന്ന് കിട്ടി. കൂടാതെ ഫൈ എന്നും സൈ എന്നും ഇൻക്രീസിങ് ആണ് എന്നുള്ള കാര്യം കൂടി നമുക്കിനി പറഞ്ഞാൽ മതി. സോറി, ഫൈ എൻ ഇൻക്രീസിങ്ങും സൈ എൻ ഡിക്രീസിങ്ങും. അപ്പോൾ ഇനി സപ്പോസ് അങ്ങനെ അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തന്നിരിക്കുന്ന ഇപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ്, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ഫൈ എൻ ഉണ്ട്, ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആയിട്ട് അല്ലേ. അപ്പോൾ ഞാനിതിനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാൻ ഏറ്റവും ചെറിയ ആൾ 5 എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഫംഗ്ഷൻ എടുക്കുക, 5 എടുത്താൽ ഇതിലുള്ളതിൽ മാക്സിമം ആരാണോ അയാളെയാണ് ഞാൻ രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യമുള്ളതിനെ 5 രണ്ടാമത് 5 അടുത്തത് എടുക്കും, അതിലേറ്റ് മാക്സിമം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത്, അതായത് ഇൻക്രീസിങ് ഓർഡറിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എനിക്ക് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫൈ എൻ എന്ന് പറയുന്നത് ബൈ മാക്സിമം ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫൈ ഐ എന്നുള്ള രീതിയിൽ ഓരോ കേസിലും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 5 തന്നെ എടുത്തു, ഫസ്റ്റത്തെ ആൾ. രണ്ടാളെടുക്കുമ്പോൾ 5 5 വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിലെ മാക്സിമത്തിന് രണ്ടാമത്തെ ആളായിട്ട് എടുത്തു. അപ്പോൾ ഇതിൽ വലിയ ആളെ, അപ്പോൾ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കുമല്ലോ. ഇനി ഞാൻ വീണ്ടും എടുക്കുകയാണ്, അപ്പോൾ അതിൽ വലിയ ആളെ മൂന്നാമത്തെ ആളായിട്ട് എടുത്തു, രണ്ടാമത്തെ ആളായിട്ട് അതിൽ ചെറിയ ആൾ. ആ രീതിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇൻക്രീസിങ് ആയിട്ട് കിട്ടും. അതുപോലെ ഡിക്രീസിങ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിന് പകരം മിനിമം ആയിട്ട് എടുക്കുക അല്ലേ. ആദ്യം രണ്ടാളെ ഞാൻ ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ ആളെ രണ്ടാമത്തെ ആളായിട്ട് എടുക്കുക. അപ്പം സൈ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈ 2 ഈ രീതിയിൽ ഇങ്ങനെ ഡിക്രീസിങ് ഓർഡറിൽ കിട്ടും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് കിട്ടി. അതിൽ ഫൈ എൻ എന്താണ്, ഇൻക്രീസിങ് ആണ്, സൈ എൻ എന്താണ്, ഡിക്രീസിങ് ആണ്, സൈ എൻ എഫ് ലെസ് ദാൻ ഓർ ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ സൈ എൻ മൈനസ് ഫൈ എൻ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തൊട്ട് മുമ്പേ പറഞ്ഞ ലമ്മ അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സൈ എൻ എന്ന് പറയുന്നത് ഫൈ എൻ എന്ന് പറയുന്നതും സൈ എൻ കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവ്രിവെയർ ആയിരിക്കും. ഫൈ എന്നും കൺവേർജസ് ടു എഫ് ഓൾമോസ്റ്റ് എവ്രിവെയർ ആയിരിക്കും. ഈ എഫ് സൈ എന്നും ഫൈ എന്നും സിമ്പിൾ ഫംഗ്ഷൻസ് ആണ്, മെഷറബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും, മെഷറബിൾ ആയിരിക്കും. സോ എഫ് ഈസ് മെഷറബിൾ. ഓക്കെ, നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഭാഗം ഒരു ഭാഗം ക്ലിയർ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ലബേക്ക് ഇൻ്റഗ്രബിൾ ആണെന്ന്. രണ്ടാമത്തെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കോൺവേഴ്സ് അസ്യൂം ചെയ്യാണ് ലബേക്ക് ഇൻ്റഗ്രബിൾ ആണെന്ന്. അപ്പോൾ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ലബേക്ക് ഇൻ്റഗ്രബിൾ ആവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സിമ്പിൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ആയിട്ടാണ് അത് അപ്പറും ലോവറും ഇൻ്റഗ്രലിൽ പറഞ്ഞിട്ട് പറയും. അപ്പോൾ അതിൽ നിന്നും അതിൻ്റെ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് കിട്ടും. അതിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ സൈ എൻ മൈനസ് ഫൈ എൻ 0 ആയിരിക്കും. ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ആയിരിക്കും. ഇനി അവയിനെ ഫൈ എന്നിനെ ഞാൻ ഇൻക്രീസിങ് ഓർഡറിലും സൈ എന്നിനെ ഡിക്രീസിങ് ഓർഡറിലും ഞാൻ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈ എന്നിനെ റീപ്ലേസിങ് സൈ എൻ ബൈ മാക്സിമം ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫൈ എ എന്നും സൈ എന്നിനെ മിനിമം ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഫൈ എ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്താൽ ആ രീതിയിലാവും. അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പേ പറഞ്ഞ ലമ്മ അപ്ലൈ ചെയ്യാം. ആ ലമ്മ പ്രകാരം ഇതിൻ്റെ എഫ് എന്ന് പറയുന്നത് ഈ ഫൈ എന്നിൻ്റെയും സൈ എന്നിൻ്റെയും ഒക്കെ ലിമിറ്റായിട്ട് വരും. അതിൻ്റെ ലിമിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മെഷറബിൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആയതുകൊണ്ട് എഫ് മെഷറബിൾ ആയിരിക്കും.
Next, theorem 8, Lebesgue theorem. Let f be a bounded function on a closed bounded interval ab. അപ്പം f Riemann integrable over if and only if the set of points in AB at which f fails to have continuous has measure 0. ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു തിയറും കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആവാനുള്ളൊരു ക്യാരക്ടറൈസേഷൻ ആണ് ഇത് പറയുന്നത്. എഫ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആവണം, ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്നുള്ളത് റീമാൻ ഇൻ്റഗ്രബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു നെസസറി കണ്ടീഷൻ തന്നെയാണ് നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് റീമാൻ ഇൻ്റഗ്രബിലിറ്റി പറയുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. അപ്പോൾ അത് ആദ്യമേ തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിലുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് പറയുന്നത്. The set of points in AB at which f fails to be continuous has measured 0. എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടിന്യൂസ് ഈ എ ബിയിൽ എഫ് കണ്ടിന്യൂസ് ആവാത്ത സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കും. ദറ്റ് ഈസ് എഫ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവ്രിവെയർ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആവണം എന്നുണ്ടെങ്കിൽ എഫ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവ്രിവെയർ. ഓൾമോസ്റ്റ് എവ്രിവെയർ അതിൻ്റെ കണ്ടിന്യൂറ്റി ഒരു ഫൈനൈറ്റ് മെഷർ 0 ഉള്ള സെറ്റിൽ മാത്രമേ നഷ്ടപ്പെടാവൂ. ഓക്കെ, മെഷർ 0 ഉള്ള സെറ്റിൽ അതിന് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടാലും അത് റീമാൻ ഇൻ്റഗ്രബിൾ ആയിക്കോളും. അപ്പോൾ അതാണ് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ. ഒരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. നമുക്ക് അപ്ലിക്കേഷനായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റൊക്കെ തന്ന് അവിടെ ഇൻ്റഗ്രബിൾ ആണോ, അല്ലെങ്കിൽ സെറ്റിലൊരു ഫംഗ്ഷൻ തന്ന് ഇൻ്റഗ്രബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് അതിൻ്റെ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിൻറ്റ്സിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ റീമാൻ ഇൻ്റഗ്രബിൾ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഏതായാലും നോക്കാം ഇതിൻ്റെ പ്രൂഫ്. കുറച്ചൊന്ന് ലെങ്തിയാണ്. ഓക്കെ, നോക്കാം. അപ്പം എഫ് എന്ന് പറയുന്നത് ആദ്യം എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യാം. എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. നമുക്ക് കാണിക്കേണ്ടത് എഫ് കണ്ടിന്യൂസ് അല്ലാത്ത സെറ്റിൻ്റെ മെഷർ 0 ആണ്, അല്ലെങ്കിൽ മെഷർ 0 ആയി ഒഴികെയുള്ള ഒരു സെറ്റിലെല്ലാം എഫ് കണ്ടിന്യൂസ് ആണ്. ഏത് രീതിയിലും പറയാം. അപ്പം നമ്മൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അപ്പർ ആൻഡ് ലോവർ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യും, അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് പ്രകാരം ഇതിൻ്റെ അപ്പർ സമ്മും ലോവർ സമ്മും യു എഫ് പി എൻ, ലോവർ സം എൽ എഫ് പി എൻ ഡാഷ്, രണ്ട് ഡിഫറെൻറ്റ് പാർട്ടീഷനാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആസ് എൻട്രൻസ് ടു ഇൻഫിനിറ്റിയിൽ ആ ഡിഫറൻസ് 0 ആയിരിക്കും, കാരണം എഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇനി ഇതിൻ്റെ രണ്ട് പാർട്ടീഷൻ എടുക്കുന്നതിന് പകരം ഇതിൻ്റെ റിഫൈൻമെൻറ്റ് പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജനറലായിട്ട് എങ്ങനെ പറയാം, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി യു എഫ് പി എൻ മൈനസ് എൽ എഫ് പി എൻ, അങ്ങനെ തന്നെ പറയാം. ഒരേ പാർട്ടീഷൻ എടുത്തിട്ട് തന്നെ എനിക്ക് ഇത് പറയാൻ പറ്റും, കാരണം ഇതിൻ്റെ റിഫൈൻമെൻറ്റ് പാർട്ടീഷനായിട്ട് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി യു എഫ് പി എൻ മൈനസ് എൽ എഫ് പി എൻ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും, സിൻസ് എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയായി. ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എങ്ങനെ, നമ്മൾ റീമാൻ ഇൻ്റഗ്രലിൽ പറയുന്ന ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താ, ഒരു പാർട്ടീഷൻ പി എൻ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ അവിടെ ഇപ്പോൾ നമുക്കൊരു പാർട്ടീഷൻ പി എൻ ഉണ്ട്. ഓക്കെ, ഈ പി എൻ എന്ന് പറയുന്നതിൽ ഓരോ ഇതിലെ മിനിമം ഓഫ് ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ, അതാണല്ലോ നമ്മളിപ്പോൾ എഫ് റീമാൻ ഇൻ്റഗ്രലിൽ അങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുക. ഈ പാർട്ടീഷൻ എന്താണ്, ഇതിൻ്റെ പാർട്ടീഷൻ എടുത്താൽ ഇവിടെയുള്ള മിനിമം വാല്യൂ എഫ് ഓഫ് ഐ, ഇവിടെ വരുന്നതിൽ മിനിമം വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഫംഗ്ഷൻ കിട്ടും. അതിന് ഫൈ എൻ, ഓരോ കറസ്പോണ്ടിങ് പാർട്ടീഷൻ മാറുന്നതിനനുസരിച്ച് ഈ ഫൈ എൻ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് ലോവർ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഫൈ എൻ അങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. അതുപോലെ നമ്മൾ അപ്പർ സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാണ്. ഒരു പാർട്ടീഷൻ ചൂസ് ചെയ്താൽ ആ പാർട്ടീഷനിൽ വരുന്ന ഇൻ്റർവെല്ലിലെ മാക്സിമം വാല്യൂ എന്നുള്ള രീതിയിൽ അപ്പർ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഓരോ പാർട്ടീഷൻ അനുസരിച്ച് നമുക്ക് ഓരോരോ സിമ്പിൾ ഫംഗ്ഷൻസ് കിട്ടും. അപ്പോൾ ലോവറായിട്ട് ഫൈ എൻ ഉണ്ടായിരിക്കും, അപ്പറായിട്ട് സൈ എൻ ഉണ്ടായിരിക്കും, ഇതിൻ്റെ ഇടയിലായിരിക്കും എഫിൻ്റെ വാല്യൂ. സോ ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ ആണ്. ഫൈ എനും സൈ എനും സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി ലോവർ സം എൽ എഫ് പി എൻ എന്താ വരിക, ഇങ്ങനെയുള്ള ഓരോ അല്ലേ ഇൻ്റർവെല്ലിലും ഇത് വരിക, അതിൻ്റെ ഏരിയ നമുക്കറിയാമല്ലോ,
നമ്മൾ ലോവർ സം ഡിഫൈൻ ചെയ്യുന്നത് ഈ മിനിമം ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് ഇൻ്റർവെൽ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനെ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഇൻ്റഗ്രൽ എ ടു ബി സൈ എൻ എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ മാറ്റി പറയാം. എന്താ ഇൻ്റഗ്രൽ എ ടു ബി സൈ എൻ എടുക്കുമ്പോൾ സൈ എന്നിൻ്റെ വാല്യൂ ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് ഇൻ്റർവെൽ, ആ ഒരു സൈ വൺ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ഫംഗ്ഷനാണ്. അപ്പോൾ ഓരോ പാർട്ടീഷൻ ഇൻ്റർവെല്ലിലും അതിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അപ്പോൾ ആ വാല്യൂ ഇൻറ്റു ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് പ്ലസ്, അങ്ങനെയല്ല ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എന്നറിയാം. അത് തന്നെയല്ല ലോവർ സം അല്ലേ. എടുത്തു, നമ്മളവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ പാർട്ടീഷൻ പോയിന്റ് ചൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടുത്തെ മിനിമം വാല്യൂ ആദ്യം ചൂസ് ചെയ്തു, ഈ മിനിമം വാല്യൂ ഇൻറ്റു ദിസ് ലെങ്ത് പ്ലസ് ഇവിടുത്തെ മിനിമം വാല്യൂ ഇൻറ്റു ദിസ് ലെങ്ത്, ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് പ്ലസ് ഇവിടുത്തെ മിനിമം വാല്യൂ ഇൻറ്റു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്. ഇങ്ങനെയല്ലേ നമ്മൾ ലോവർ സം എടുക്കുക. അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ എന്ന് പറയുന്നത് എന്താ, ഈ വാല്യൂ ഇതാണല്ലോ, ഈ വാല്യൂ ഇൻറ്റു ഈ ലെങ്ത്ത് പ്ലസ് ഈ വാല്യൂ ഇൻറ്റു ഈ ലെങ്ത്ത് പ്ലസ് ഈ വാല്യൂ ഇൻറ്റു ഈ ലെങ്ത്ത്, അത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ ലോവർ സം ആയിട്ട് ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ എന്നും അപ്പർ സം ആയിട്ട് ഇൻ്റഗ്രൽ എ ടു ബി സൈ എൻ എന്നും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ phi n and psi n are sequence of integrable functions such that for each index n phi n less than or equal to f less than or equal to psi n on e ആണ് എന്നുള്ളത് ക്ലിയർ ആണ്. ഇനി sequence of psi n and phi n എന്നത് increasing and psi n is decreasing sequence ആണ് അല്ലേ. ഓരോ പാർട്ടീഷൻ കൂടുന്തോറും നമ്മുടെ ലോവർ സമ്മും അപ്പർ സമ്മും ഉണ്ടാകുന്ന ഡിഫറൻസ് അറിയാമല്ലോ. ലോവർ സമ്മ് കൂടി വരും. അപ്പോൾ ഫൈ എൻ എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് ഫംഗ്ഷനും എന്താണ്, ഇത് കൂടുന്നതിനനുസരിച്ച് ഫൈ എൻ എന്ന് പറയുന്ന ഇൻക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ് വരിക. സൈ എൻ എന്ന് പറയുന്നതോ കുറഞ്ഞ് ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ് വരിക. ഓക്കെ, അങ്ങനെയാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ മൈനസ് സൈ എൻ. നമ്മൾ ആ ലെമ്മ അപ്ലൈ ചെയ്യാനുള്ള ഇതിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം സിമ്പിൾ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, അത് ഈ ഒരു കണ്ടീഷൻ ഫൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. ഫൈ എൻ ഇൻക്രീസിങ്ങും സൈൻ ഡിക്രീസിങ്ങും ആണ്. ഇനി ഇൻ്റഗ്രൽ 0 എന്നും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺവേർജൻസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ മൈനസ് സൈ എൻ എന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എഫ് പി എൻ മൈനസ് എൽ എഫ് പി എൻ. കാരണം ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ എന്ന് പറയുന്നത് യു എഫ് പി എൻ ആണ്, ഇൻ്റഗ്രൽ എ ടു ബി സൈ എൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമുക്ക് മോണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി സൈ എൻ മൈനസ് ഫൈ എന്നിന് equal to limit n tends to infinity integral a to b psi n minus limit n tends to infinity integral a to b phi n എഴുതാം അല്ലേ. ഇതെന്താ യു എഫ് പി എൻ, ഇത് എൽ എഫ് പി എൻ. അപ്പോൾ യു എഫ് പി എൻ മൈനസ് എൽ എഫ് പി എൻ എന്ന് പറയാം. ഓക്കെ, ലിമിറ്റിനെ നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇവിടെ അപ്ലൈ ചെയ്യണ്ട. അപ്പം ഇതിനെ ലിനിയാരിറ്റി അപ്ലൈ ചെയ്യുക ഈ ഒരു ഭാഗത്ത്. അപ്പം നമുക്കവിടെ എൽ എഫ് പി എൻ യു എഫ് പി എൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഈ ലിമിറ്റ് n ടെൻസ് ടു യു എഫ് പി എൻ മൈനസ് എൽ എഫ് പി എൻ 0 ആണ്, കാരണം എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമ്മളത് നേരത്തെ പറഞ്ഞു. സോ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ലെമ്മ പ്രകാരം നമുക്ക് എന്ത് പറയാം, ഈ സൈ എൻ എന്ന് പറയുന്നത് എഫിലോട്ട് കൺവേർട്ട് ചെയ്യും, ഫൈ എൻ എന്ന് പറയുന്നതും എഫിലോട്ട് കൺവേർട്ട് ചെയ്യും. പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവറിവെയർ ഓൺ എ ബി. ഓക്കെ, ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇവിടെ എഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എവറിവെയർ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വരുന്നത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ദ സെറ്റ് ഇ എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. ഐദർ സൈ എൻ ഓഫ് എക്സ് ഓർ ഫൈ എൻ ഓഫ് എക്സ് ഫെയിൽ ടു കൺവേർട്ട് ടു എഫ് ഓഫ് എക്സ്. അതായത് സൈ എന്നും ഫൈ എന്നും എഫ് ഓഫ് എക്സിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട് ഓൾമോസ്റ്റ് എവറിവെയർ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാത്ത സെറ്റ് ആയിട്ട് ഞാൻ ഇനെ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ സൈ എൻ എഫിലോട്ട് കൺവേർട്ട് ചെയ്യാത്ത പോയിൻറ്റ്സ് ആൻഡ് ഫൈ എൻ എഫിലോട്ട് ഫൈ എൻ കൺവേർട്ട് ഡസ് നോട്ട് കൺവേർട്ട്സ് ടു എഫ് ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഞാൻ ഇ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എവറിവെയർ കൺവേർജൻസ് ആയതുകൊണ്ട് തന്നെ ഈ മെഷർ ഓഫ് ഇ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അത് കൺവേർട്ട് ചെയ്യാത്ത സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കും. ഇനി ഇ നോട്ട് എന്ന് പറയുന്ന സെറ്റായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഈ മെഷർ ഓഫ് ഈ 0 ആയിട്ടുള്ള ഈ യൂണിയൻ പാർട്ടീഷൻ പോയിൻറ്റ്സ് എടുക്കുകയാണ്. സെറ്റ് ഓഫ് ഓൾ യൂണിയൻ ഓഫ് ഇ ആൻഡ് സെറ്റ് ഓഫ് ഓൾ ദ പാർട്ടീഷൻ പോയിൻറ്റ്സ് ഓഫ് പി എൻ. അപ്പോൾ ഈ യൂണിയൻ എന്നുള്ളതാണ് പറയുന്നത് ഇയുടെ മെഷർ 0 ആണ്,
ഇനി പാർട്ടീഷൻ പോയിന്റ് ഞാൻ എടുക്കുന്നു. ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് കൗണ്ടബിൾ എണ്ണായിരിക്കും അല്ലേ ഉണ്ടാവുക. പി എൻ എന്ന് പറഞ്ഞാൽ അത് കൗണ്ടബിൾ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കൗണ്ടബിൾ നമ്പർ ആയതാണ്, കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ 0 ആയതുകൊണ്ട് തന്നെ ഇ നോട്ടിൻ്റെ മെഷർ, ഇ നോട്ട് എന്നാൽ ഇയുടെയും കൗണ്ടബിൾ നമ്പർ ഓഫ് ഒരു സെറ്റും കൂടി ഉള്ളതിൻ്റെ യൂണിയനാണ്. അപ്പോൾ ഇ നോട്ടിൻ്റെ മെഷറും എന്തായിരിക്കും? 0. മെഷർ ഓഫ് ഇ നോട്ട് 0 ആണ്. ആ മെഷർ ഓഫ് ഇ നോട്ടിൽ ആരൊക്കെയുള്ളത്? എഫിലോട്ട് ഫൈ എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യാത്ത പോയിന്റ് ആൻഡ് സൈ എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യാത്ത പോയിന്റ്. ഓൾമോസ്റ്റ് എവരിവർ കൺവേർജൻസ് ആയതുകൊണ്ട്, കൂടാതെ പാർട്ടീഷൻ പോയിന്റ്. അപ്പോൾ ഈ സെറ്റാണ് ഇ, അതിൻ്റെ മെഷർ 0 ആണ്. ഈ ഇ നോട്ടിലൊഴികെ ബാക്കിയല്ല, അതായത് ഇ മൈനസ് ഇ നോട്ട് എന്ന് പറയുന്ന ഈ സെറ്റിൽ എഫ് കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എടുക്കുന്ന ഇ എന്ന് പറയുന്നത് ഇ നോട്ടല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ ഇ മൈനസ് ഇ നോട്ട് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇൻ്റർവെൽ എ ബി മൈനസ് ഇ നോട്ടാട്ടോ. ഇ മൈനസ് ഇ നോട്ട് പറയുന്നത് ഇപ്പം ഇ നോട്ടിൻ്റെ സബ്സെറ്റ് അല്ലേ ഇ നോട്ടിൽ. ആ ഇ അല്ല ഉദ്ദേശിച്ചത്. ഇവിടെ എ ബി നമ്മൾ ടോട്ടൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ് എന്നുള്ള മീനിങ്ങിലാണ് ഇവർ ഇ എഴുതിയത്. അതായത് ഈ എ ബി മൈനസ് ഇ നോട്ട് എന്ന് പറയാം. അതായത് എ ബിയിൽ നിന്നും എഫ് കൺവേർജ് ചെയ്യാത്ത, അതായത് ഫൈ എന്നും സൈ എന്നും കൺവേർജ് ചെയ്യാത്ത പോയിൻറ്സും പാർട്ടീഷൻ പോയിൻറ്സും ഉണ്ടാവും. അവരെ അങ്ങ് റിമൂവ് ചെയ്താൽ, അതായത് അവിടെ ഉള്ളിടത്തുള്ള പ്രത്യേകത എന്താ? ഇ മൈനസ് ഇ നോട്ടിൽ എന്ന് പറയുന്നത് എഫ് എന്തായിരിക്കും? അവിടെ സൈ എന്നും ഫൈ എന്നും എഫിലോട്ട് കൺവേർജ് ചെയ്യും. ഓക്കെ, ഇ മൈനസ് ഇ നോട്ടിൽ ഫൈ എന്നും സൈ എന്നും, സോറി ഇ അല്ല, ക്ലോസ് ഇൻ്റർവെൽ എ ബി മൈനസ് ഇ നോട്ടാണ്. അവിടെ സൈ എന്നും ഫൈ എന്നും എഫിലോട്ട് കൺവേർജ് ചെയ്യും. കൂടാതെ അവിടുത്തെ ഒരു പോയിൻറ്റും പാർട്ടീഷൻ പോയിൻ്റ് ആവുകയും ഇല്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. ആ എ ബി മൈനസ് ഇ നോട്ടിൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? എഫ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ കണ്ടിന്യൂസ് അല്ലാത്ത ഈ സെറ്റിൻ്റെ മെഷർ 0 ആണല്ലോ. ഇ നോട്ടിൽ സെറ്റിൻ്റെ മെഷർ 0 ആണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എവരിവെയർ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട് വെർ എക്സ് നോട്ട് ബിലോങ്സ് ടു ഇ മൈനസ് ഇ നോട്ട്. ഇ മൈനസ് ഇ നോട്ട് എന്ന ഏതൊരു പോയിന്റ് എക്സ് നോട്ട് എടുത്തു കഴിഞ്ഞാലും അവിടെ എഫ് കണ്ടിന്യൂസ് ആണെന്നാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാനൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. ഓക്കെ, ഫൈ എൻ ഓഫ് എക്സ് നോട്ട് ആൻഡ് സൈ എൻ ഓഫ് എക്സ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് നോട്ട്. കാരണം ഇ മൈനസ് ഇ നോട്ടിലെ ഇ നോട്ടിൽ കൺവേർജ് ചെയ്യാത്ത പോയിൻറ്റ്സ്, ഫൈ എന്നും സൈ എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യാത്ത പോയിൻറ്റ്സിനൊക്കെ നമ്മൾ ഇ നോട്ടിൽ വെച്ചിട്ട് അത് റിമൂവ് ചെയ്തു. അപ്പോൾ ഇ മൈനസ് ഇ നോട്ടിലെ പോയിൻ്റാണ് എക്സ് നോട്ട് എന്നുള്ളതുകൊണ്ട് അവിടെ സൈ എന്നും ഫൈ എന്നും എഫിലോട്ട് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ സൈ എൻ ഓഫ് എക്സ് നോട്ട് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. ഫൈ എൻ ഓഫ് എക്സ് നോട്ടും കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺവേർജൻസ് പ്രകാരം ഇപ്പോൾ ഒരു എപ്സിലോൺ നമ്മൾ ചൂസ് ചെയ്തു. ഫൈ എൻ ഓഫ് എക്സ് നോട്ട് കൺവേർജസ് ടു എക്സ് നോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു നാച്ചുറൽ നമ്പർ ഒരു എൻ നോട്ട് കിട്ടും. അതിനുശേഷം സൈ എൻ അല്ലേ, സൈ എൻ ഓഫ് എക്സ് നോട്ട് converges to f of x naught. By definition, for epsilon greater than 0, there exists a stage n naught such that psi n increasing psi n ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മോഡുലസിൻ്റെ ആവശ്യമില്ല. psi n of x naught minus f of x naught less than epsilon whenever n greater than or equal to n naught എന്ന് പറയാം. ഓക്കെ, അതുപോലെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? phi n of x naught less than f of x naught plus epsilon എന്ന് പറയാം. ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. ഫോർ ഓൾ n greater than or equal to n naught. ഓക്കെ, n naught വേണ്ട, നമുക്കൊരു n1 എടുക്കാം കേട്ടോ. n naught പിന്നെ നമുക്ക് പറയാം n1. ഇതുപോലെ നമുക്കറിയാം phi n of x naught converges to f of x naught ആണെന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists an n2 such that f of x naught minus phi n of x naught less than epsilon for all n greater than or equal to n2 എന്ന് പറയാം. That is f of x naught less than phi n of x naught പ്ലസ് എപ്സിലോൺ എന്ന് പറയാം.
ഓക്കെ, അപ്പം ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n2. അപ്പോൾ ഈ n1ൻ്റെ n2ൻ്റെ മാക്സിമം ആയിട്ട് ഞാൻ n0 എടുത്താൽ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 phi n of x0 less than f of x0 plus epsilon and f of x0 less than phi n of x0 plus epsilon or f of x0 minus epsilon അങ്ങനെ എഴുതാം. f of x0 minus epsilon less than phi n of x0 ഇങ്ങനെ എഴുതാമല്ലോ. ഇതിനങ്ങോട്ടൊന്ന് phi n of x0 അങ്ങോട്ട് കൊണ്ടുപോയാൽ അപ്പോൾ ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. phi n ഉം psi n ഉം കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് f of x0 minus epsilon less than phi n of x0. ഇനി phi n of x0 less than f of x0 ആണല്ലോ, പിന്നെ f of x0 less than psi n of x0 എന്ന് പറയാം. ആൻഡ് ലെസ് ദാൻ f of x0 plus epsilon ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ആണ്. ഇൻ പെർട്ടിക്കുലർ n0നും ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതുകൊണ്ട് നമ്മൾ n0ന് മാത്രം എടുത്തു. ഇനി x0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉള്ളതാ? ഇ മൈനസ് ഇ നോട്ടിലുള്ള പോയിന്റ് ആണ്. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് psi n ഉം phi n ഉം അവിടെ കൺവേർട്ട് ചെയ്യും. രണ്ട്, അവിടെയുള്ള പോയിന്റ്സ് ഒന്നും പാർട്ടീഷൻ പോയിന്റ് അല്ല. അപ്പോൾ x0 ഇസ് നോട്ട് എ പാർട്ടീഷൻ പോയിന്റ് അല്ലേ. അപ്പോൾ പി എൻ നോട്ട് എന്ന് പറയുന്ന പാർട്ടീഷൻ്റെ പോയിന്റ് അല്ല x0 എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? We can choose a delta greater than 0 such that x0 minus delta x0 plus delta is contained in the open interval in0 determined by pn0. എന്താ പറയുന്നത്? നമുക്ക് പാർട്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടീഷൻ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ പാർട്ടീഷനിലെ ഏതോ ഒരു പാർട്ടീഷനിലെ പോയിന്റ് ആണ് x0. അത് പാർട്ടീഷൻ പോയിന്റ് അല്ല, അപ്പം അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ്. ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഉള്ളതായിക്കോട്ടെ, നമുക്കൊരു ഡെൽറ്റ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ in0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡെൽറ്റ കാണാൻ പറ്റും. ഈ x0ൻ്റെ ഡെൽറ്റ നൈബർഹുഡ് എന്ന് പറയുന്നത് ഈ in0ൻ്റെ ഉള്ളിലായിട്ട് അല്ലേ. വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ പോസിറ്റീവ് സച്ച് ദാറ്റ് x0 മൈനസ് ഡെൽറ്റ x0 പ്ലസ് ഡെൽറ്റ ലൈസ് ഇൻ in0. ഓക്കെ, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. We can choose delta greater than 0 such that x0 minus delta x0 plus delta is contained in the open interval in0. If x minus x0 less than delta, അപ്പോൾ ഈ എക്സുകൾ എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിലാവുന്ന സമയത്ത് phi n out of x0 less than or equal to phi n out of x ആയിരിക്കും അല്ലേ. ഈ ഇൻ്റർവെല്ലിലൊക്കെ phi n out of x0 ദാറ്റ് ഈസ് അവിടുത്തെ മിനിമം പോയിൻ്റ് ആയിരിക്കും. ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n out of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n out of x. അത് phi n sin n ഡെഫിനിഷൻ പ്രകാരം. അപ്പോൾ അതേ ഇൻ്റർവെല്ലിലാകുമ്പോൾ അവിടുത്തെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അതായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ഓക്കെ, അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യാം. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇഫ് മോഡുലസ് ഓഫ് x മൈനസ് x0 ലെസ് ദാൻ ഡെൽറ്റ for epsilon greater than 0 we can find a delta greater than 0 such that if x minus x0 less than delta ഇതിന് നമുക്ക് എന്ത് പറയാം? മോഡ് f of x0 minus epsilon less than ഓക്കെ psi n. ഇതിന് നമുക്കൊരു ഇനീക്വാലിറ്റി എഴുതാം. f of x0 minus epsilon less than psi n out of x0 and psi n out of x0 less than f of x less than phi n out of x less than f of x0 plus epsilon. ഞാൻ ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. f of x0 minus epsilon less than phi n out of x0 less than phi n out of x0. ഇനി സെക്കൻഡ് ഇനീക്വാലിറ്റി phi n out of x0 less than f of x less than f of x less than psi n out of x which is less than ഇനി ഫസ്റ്റ് ഇതിൽ നിന്ന് less than f of x0 plus epsilon. ഇനി നമുക്ക് എന്ത് പറയാം?
f of x naught minus epsilon less than f of x less than f of x naught plus epsilon എന്ന് പറയാം. f of x naught minus epsilon less than f of x less than f of x naught plus epsilon, which implies modulus of f of x minus f of x naught, അതായത് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ മോഡുലസ്. എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ എഴുതാം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ എന്ത് കിട്ടി? For epsilon greater than 0, there exists a delta positive such that whenever mod x minus x naught less than delta, f of x minus f of x naught less than epsilon. That is, f is continuous at x naught. അപ്പോൾ എന്ത് കിട്ടി? ഇ മൈനസ് ഇ നോട്ടിലെ ഏത് പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ എഫ് കണ്ടിന്യൂസ് ആണ്. അതായത് മെഷർ ഓഫ് ഇ നോട്ട് 0 അല്ലാത്ത പോയിൻറ്റ്സിലൊക്കെ എഫ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എവറിവെയർ കണ്ടിന്യൂസ് എന്ന് നമുക്കിതിൽ നിന്ന് പറയാം. അപ്പോൾ എന്തിട്ട് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് ഓൾമോസ്റ്റ് എവറിവെയർ കണ്ടിന്യൂസ് ആണ് കാണിച്ചു. അതിനെന്തൊക്കെ ചെയ്തത്? എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ ആ റീമാൻ ഇൻ്റഗ്രബിലിറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷന് ഫൈ എന്നും സൈ എന്നും ഡിഫൈൻ ചെയ്തു. ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലമ്മേലെ എല്ലാ ഇതും അസംഷൻസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫൈ എന്നും സൈ എന്നും കൺവേർജ് ഓൾമോസ്റ്റ് എവറിവെയർ എഫിലോട്ട് കൺവേർജ് ചെയ്യുന്ന കിട്ടി. അത് കൺവേർജ് ചെയ്യാത്ത പോയിൻറ്റ്സിൻ്റെ കളക്ഷനും കൂടാതെ പാർട്ടീഷൻ പോയിൻറ്റും കൂടി ചൂസ് ചെയ്തിട്ടുള്ള സെറ്റിനെ നമ്മൾ ഇ നോട്ട് എന്ന് വിളിച്ചു. അപ്പോൾ അതിൻ്റെ സെറ്റ് മെഷർ 0 ആയിരിക്കും. അവിടെ ഒഴികെ ബാക്കി എല്ലായിടത്തും എഫ് കണ്ടിന്യൂസ് ആണെന്ന് കാണിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് എഫ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവറിവെയർ ആണെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എഫ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് എവറിവെയർ ആണെങ്കിൽ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് കാണിക്കും. ഓക്കെ, അസ്യൂം എഫ് ഈസ് കണ്ടിന്യൂസ് ഓൾമോസ്റ്റ് ഓൾ പോയിൻറ്റ്സ്. F is continuous almost all points in AB. Pn എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നമ്മളിനി എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പം പി എൻ ബി എ സീക്വൻസ് ഓഫ് പാർട്ടീഷൻ നമ്മൾ എടുക്കുകയാണ് വിത്ത് ലിമിറ്റ് ഓഫ് ഗ്യാപ്പ് ഓഫ് പി എൻ ഈക്വൽ ടു 0. ഈ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോം ഓഫ് പാർട്ടീഷൻ്റെ നോമാണ്. ദാറ്റ് ഈസ് ഗ്യാപ്പ് ഓഫ് പാർട്ടീഷൻ പി എന്ന് പറയുന്നത് മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് പോയിൻറ്റ്സ് ഓഫ് ദി പാർട്ടീഷൻ. പാർട്ടീഷനിൽ വരുന്ന അടുത്തടുത്ത പോയിൻറ്റ്സുകളുടെ തമ്മിലുള്ള മാക്സിമം ഡിസ്റ്റൻസ്, പാർട്ടീഷൻ പോയിൻറ്റ്സിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ നോം എന്ന് പറയുന്നത്. അപ്പോൾ ആ നോം ടെൻസ് ടു 0 ആവുന്ന കേസിൽ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? അപ്പർ സം മൈനസ് ലോവർ സമ്മിൻ്റെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എഫ് പി എൻ മൈനസ് എൽ എഫ് പി എൻ ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. എന്ത് കാണിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇതിനെ വെച്ചിട്ട് അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലിലേക്കും ക്ലബ് ചെയ്യാം. അതായത് ഇത് നമ്മൾ കാണിച്ചാൽ മതി. ഇത് കാണിച്ചാൽ നമുക്ക് എങ്ങനെ ഇത് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാം? അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും തമ്മിലുള്ള ഇനീക്വാളിറ്റി എടുത്താൽ അല്ലേ, അപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് അപ്പർ സമ്മിൻ്റെയും അല്ലേ ലോവർ സമ്മിൻ്റെയും ലിമിറ്റായിട്ട് വരുന്ന കാര്യം ഇതാണ്. ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എഫ് പി എൻ ആണ് അപ്പർ ഇൻ്റഗ്രൽ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എൽ എഫ് പി എൻ ആണ് ലോവർ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ലോവർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ സം മൈനസ് ലോവർ സം ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 0 ടെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അപ്പർ ഇൻ്റഗ്രൽ മൈനസ് ലോവർ ഇൻ്റഗ്രൽ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എഫ് റീമാൻ ഇൻ്റഗ്രബിളാന്ന് പറയാം. ഓക്കെ, അപ്പം നോം ഗ്യാപ്പ് എന്ന് പറയുന്നത് അതായത് നോം ടെൻസ് ടു 0 ആവുമ്പോൾ അപ്പർ സം മൈനസ് ലോവർ സമ്മിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. എങ്കിൽ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് കാണിക്കാൻ പറ്റും. അതെങ്ങനെ ഇത് കാണിച്ചാൽ എങ്ങനെ ഇത് കാണിക്കാം എന്നുള്ളതാണ് നമ്മൾ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് കാണിക്കുക എന്നുള്ള സ്റ്റെപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പർ ഇൻ്റഗ്രൽ മൈനസ് ലോവർ ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ സം മൈനസ് ലോവർ സം ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 0 പോകുന്നുണ്ടെങ്കിൽ ഇത് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പർ ഇൻ്റഗ്രൽ ഈക്വൽ ടു ലോവർ ഇൻ്റഗ്രൽ, സോ എഫ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. അപ്പോൾ ഇനി നമുക്ക് ഇത് ലിമിറ്റ് n ടെൻസ് 9 എന്ന് പറയുന്ന ഇക്വാളിറ്റി, ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എഫ് പി എൻ മൈനസ് എൽ എഫ് പി എൻ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ,
അപ്പം എഫ് now for each n, psi n and phi n lower and step function associated with over a partition fn. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പാർട്ടീഷൻ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയുള്ള അതായത് പാർട്ടീഷൻ ഒരു പി എൻ നമ്മൾ എടുത്തു വിത്ത് ഗ്യാപ്പ് ഓഫ് പി എൻ ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചൂസ് ചെയ്യുകയാണ് ഓരോ കേസിലും. അപ്പോൾ അവിടുത്തെ മിനിമം ഫംഗ്ഷൻ, മിനിമം വാല്യൂ എഫ് ഓഫ് ഓരോ പാർട്ടീഷൻ്റെയും മിനിമം വാല്യൂ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എഴുതിയിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതി. അയാളെയാണ് സൈ എന്നും ഫൈ എന്നും ആയിട്ട് നമ്മൾ പറയുന്നത്, ഡിഫൈൻ ചെയ്യാണ്. അതായത് നമ്മൾ എഫ് എന്ന് പറയുന്നത് നമ്മൾ റീമാനിൻ്റെ ഡിഫൈൻ ചെയ്തു, പി എൻ എന്ന് പറയുന്ന അതിൻ്റെ പാർട്ടീഷൻസ് എടുത്ത് ഒരു പാർട്ടീഷൻ എടുത്തു. അപ്പോൾ ആ പാർട്ടീഷനിലെ മിനിമം വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടാവും, മാക്സിമം വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഫംഗ്ഷനും ഉണ്ടാവും. അപ്പോൾ ഈ മിനിമം വാല്യൂ വരുന്ന അതിന് ഫൈ എൻ, മാക്സിമം വാല്യൂ വരുന്ന സൈ എൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ലോവർ ആൻഡ് അപ്പർ സ്റ്റെപ്പ് ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് എഫ് ഓവർ ദി പാർട്ടീഷൻ പി എൻ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമ്പതാമത്തെ ഈ ലിമിറ്റ് ഓഫ് അപ്പർ സം മൈനസ് ലോവർ സം ഈക്വൽ ടു 0 എന്ന് കാണിക്കുന്നതിന് പകരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ എ ബി സൈ എൻ മൈനസ് ഫൈ എൻ ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നല്ലോ തൊട്ട് മുമ്പേ. ലോവർ സം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി സൈ എൻ ആണ്, അപ്പർ സം ഇൻ്റഗ്രൽ എ ടു ബി ഫൈ എൻ ആണ്. ഈ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് ഇങ്ങനെ ലോവർ സം ആണ്, ഇതിൻ്റെ ലിമിറ്റ് അപ്പർ സം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പർ സം മൈനസ് ലോവർ സമ്മിന് പകരം ഇൻ്റഗ്രൽ എ ടു ബി സൈ എൻ മൈനസ് ഫൈ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ലിമിറ്റിന് പകരം ഈക്വൽ ടു എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇത് ഈക്വൽ ടു 0 എന്ന് കാണിക്കുന്നതിന് പകരം നമുക്ക് എന്ത് കാണിച്ചാൽ മതി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ എ ടു ബി ഫൈ എൻ മൈനസ് സൈ എൻ ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി എഫ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണ്, ഡിഫൈൻഡ് ഓൺ ബൗണ്ടഡ് സെറ്റ്. അതുകൊണ്ട് തന്നെ സൈ എന്നും ഫൈ എന്നും യൂണിഫോംലി ബൗണ്ടഡ് ആണ്. അതായത് ഒരൊറ്റ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്കതിനെ ഈ സീക്വൻസിലെ ഓരോ ഫംഗ്ഷനെയും ഒരു നമ്പറിനേക്കാൾ ചെറുതായിട്ട് പറയാൻ പറ്റും, ഓരോ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഫൈ എന്നും സൈ എന്നും എന്ന് പറയുന്നത് യൂണിഫോംലി ബൗണ്ടഡ് ആണ്. കാരണം എഫ് ബൗണ്ടഡ് ആണ്, ഒരു ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഈ പറയുന്നത്. അവിടെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ അതുകൊണ്ട് തന്നെ ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, മാക്സിമം മിനിമം ആയിട്ട് ഒരു നമ്പർ അതിന് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബൗണ്ടഡ് കൺവേർജൻസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ബൗണ്ടഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബൗണ്ടഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലിമിറ്റും ഇൻ്റഗ്രലും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കിനി ഒരു കണ്ടീഷനും കൂടി വേണം. ഈ പറഞ്ഞിരിക്കുന്ന ഫൈ എന്നും സൈ എന്നും എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നു പോയിന്റ് വൈസ് എന്നുള്ള രീതിയിൽ, ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറയുന്നിടത്ത് കൺവേർജ് ചെയ്യുന്നു എന്നും കൂടി പറഞ്ഞാൽ നമുക്ക് അവിടെ ബൗണ്ടഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്യാം. അങ്ങനെ ബൗണ്ടഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഇപ്പം നമ്മൾ ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്യാണ്, സൈ എൻ കൺവേർജസ് ടു എഫ് ആൻഡ് ഫൈ എൻ കൺവേർജസ് ടു എഫ് എന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം, ഫൈ എൻ മൈനസ് സൈ എൻ മൈനസ് ഫൈ എൻ. അങ്ങനെയാണെങ്കിൽ ബൗണ്ടഡ് കൺവേർജൻസ് പ്രകാരം ഇൻ്റഗ്രൽ സൈ എൻ കൺവേർജസ് ടു ഇൻ്റഗ്രൽ എഫ് ആൻഡ് ഇൻ്റഗ്രൽ ഫൈ എൻ കൺവേർജസ് ടു ഇൻ്റഗ്രൽ എഫ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സൈ എൻ മൈനസ് ഫൈ എൻ കൺവേർജസ് ടു ഇൻ്റഗ്രൽ എഫ് മൈനസ് ഇൻ്റഗ്രൽ എഫ് 0 എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് കിട്ടി. അപ്പം ഇനി എന്ത് ചെയ്താൽ മതി, ഇങ്ങനെയുള്ള സൈ എന്നും ഫൈ എന്നും യൂണിഫോംലി ബൗണ്ടഡ് ആണ്. അപ്പോൾ സൈ എന്നും ഫൈ എന്നും എഫിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ബൗണ്ടഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് സൈ എൻ കൺവേർജസ് ടു എഫ് ആൻഡ് ഫൈ എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ദി സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ എ ബി. ഒരു ഓൾമോസ്റ്റ് എവ്രിവെയർ എന്നുള്ളതാണ്. അപ്പോൾ ആ ഓൾമോസ്റ്റ് എവ്രിവെയർ അതായത് ഏത് സെറ്റിലാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഇൻ എ ബി അറ്റ് വിച്ച് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് വിച്ച് ആർ നോട്ട് പാർട്ടീഷൻ പോയിന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഫ് കണ്ടിന്യൂസ് ആയിട്ടുള്ളതും എന്നാൽ പാർട്ടീഷൻ പോയിന്റ് അല്ലാത്തതുമായിട്ടുള്ള പോയിന്റ്സുകളിൽ നമ്മൾ സൈ എന്നും ഫൈ എന്നും എഫിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അല്ലാത്ത, അതായത് ഈ കൺവേർജൻസ് ഇല്ലാത്ത സെറ്റ് ഏതാ,
എഫ് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് ഓൾമോസ്റ്റ് എവരിവെയർ കണ്ടിന്യൂസ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ സെറ്റിൻ്റെ മെഷർ 0 ആണ്. അതുപോലെ പാർട്ടീഷൻ പോയിന്റ് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ പോയിന്റ്സിൽ കൺവേർജൻസ് ഇല്ലെങ്കിലും ആ സെറ്റിൻ്റെ മെഷർ 0 ആണ്. അതിൽ നിന്ന് സൈ എന്നും ഐ എന്നും എഫിലോട്ട് ഓൾമോസ്റ്റ് എവരിവെയർ പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് സൈ എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നു, ഫൈ എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നു. എവിടെ? എഫ് കണ്ടിന്യൂസ് ആയിട്ടുള്ള. അപ്പം നമ്മൾ ആദ്യം തന്നെ എഫ് ഇൻ്റഗ്രബിൾ ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത് അല്ലേ? എഫ് ഇൻ്റഗ്രബിൾ ആണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എഫ് ഇൻ്റഗ്രബിൾ ആണ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമ്മളൊരു പാർട്ടീഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഈ ഡിഫൈൻ ചെയ്ത പാർട്ടീഷനിൽ നമ്മൾ പാർട്ടീഷൻ പോയിൻറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈ എൻ എന്നും സൈ എൻ എന്നും പറയുന്ന സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു പാർട്ടീഷൻ P1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സബ് ഇൻ്റർവെല്ലിലും വരുന്ന മിനിമം വാല്യൂ എടുക്കുക. അതാണ് അവിടുത്തെ ഫൈ വൺ എന്ന് പറയുന്ന സിമ്പിൾ ഫംഗ്ഷൻ. അതുപോലെ മാക്സിമം വാല്യൂ എടുത്താൽ അതാണ് അവിടുത്തെ സൈ വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സിമ്പിളല്ല, സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ പാർട്ടീഷൻ എടുക്കുക. അപ്പോൾ ആ പാർട്ടീഷൻ നമ്മൾ എടുക്കുമ്പം അവിടുത്തെ മിനിമം വാല്യൂസ് ആണ് ഫൈ 2, അവിടുത്തെ മാക്സിമം വാല്യൂസ് ആണ് സൈ 2. അപ്പോൾ നമുക്ക് എന്തായി? ഇങ്ങനെ ഓരോ പാർട്ടീഷൻ അനുസരിച്ച് ചെയ്യുമ്പോഴും സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് നമുക്ക് കിട്ടും. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് എഫിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട് ഓൾമോസ്റ്റ് എവരിവെയർ. അതെങ്ങനെ? എവിടേക്കാണ് ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് ഉദ്ദേശിക്കുന്നത്? സൈ എൻ ആൻഡ് ഫൈ എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതെവിടെയാണ്? എഫ് കണ്ടിന്യൂസ് ആവുന്ന പോയിൻറ്റ്സിലും അതുപോലെ എഫിലെ ഈ പോയിൻറ്റ്സ് പാർട്ടീഷൻ പോയിൻറ്റ്സ് അല്ലാത്ത പോയിൻറ്റ്സിലും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടും അതുപോലെ പാർട്ടീഷൻ പോയിൻറ്റും അല്ലാത്ത പാർട്ടീഷൻ പോയിൻറ്റ്സിൽ വരാത്ത ആളുകളും ആയിട്ടുള്ളിടത്ത്, അതായത് പാർട്ടീഷൻ പോയിൻറ്റ്സിനെയും ഒഴിവാക്കി എഫ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒഴിവാക്കി, അവരൊഴികെ ബാക്കി എല്ലായിടത്തും സൈ എന്നും ഫൈ എന്നും എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കും. അതായത് സൈ എന്നും ഫൈ എന്നും ഓൾമോസ്റ്റ് എവരിവെയർ കൺവേർജൻസ് ഉണ്ട് എന്ന് കിട്ടും. അങ്ങനെ സൈ എന്നും ഫൈ എന്നും ഓൾമോസ്റ്റ് എവരിവെയർ കൺവേർജൻസ് ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ സൈ എന്നും ഫൈ എന്നും യൂണിഫോംലി ബൗണ്ടഡും ആയതുകൊണ്ട് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം പ്രകാരം ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ കൺവേർജസ് ടു അതിൻ്റെ ലിമിറ്റ് എഫിലോട്ട്, ഇൻ്റഗ്രൽ ഓവർ എഫിലോട്ട് കൺവേർജ് ചെയ്യും. ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ എൻ കൺവേർജസ് ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ എന്നല്ല, ഇവിടെ എ ബി ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് ഫൈ എൻ കൺവേർജസ് ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് മൈനസ് എഫ്, ദാറ്റ് ഈസ് 0. അതിൽ നിന്ന് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് ഫൈ എൻ കൺവേർജസ് ടു 0 എന്ന് കിട്ടും. ഈ ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ ആണ് അപ്പർ സം, ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ എൻ ആണ് ലോവർ സം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പർ സം മൈനസ് ലോവർ സം കൺവേർജസ് ടു 0 എന്ന് കിട്ടും. അപ്പർ സം മൈനസ് ലോവർ സം കൺവേർജസ് ടു 0 എന്ന് പറഞ്ഞാൽ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കതിന് വേണ്ടി ആകെ ഫൈ എൻ എഫിലോട്ടും സൈ എൻ എഫിലോട്ടും കൺവേർജ് ചെയ്യുന്നു. എവിടെ? എഫ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ടീഷൻ പോയിൻറ്റ്സ് അല്ലാത്ത പോയിൻറ്റ്സിൽ എന്നാണ് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത്തരൊരു പോയിൻ്റായിട്ട് ഞാൻ എക്സ് നോട്ടിനെ ചൂസ് ചെയ്യാണ്. എക്സ് നോട്ട് ഈസ് എ സച്ച് പോയിൻറ്റ്, അതായത് എക്സ് നോട്ടിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും ആൻഡ് എക്സ് നോട്ട് എ പാർട്ടീഷൻ പോയിൻറ്റ്. ഓക്കെ, അങ്ങനെയാണ് എക്സ് നോട്ടിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഈ സൈ എൻ, അങ്ങനെ ഒരു ജനറൽ ആയിട്ട് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സൈ എന്നും ഫൈ എന്നും എക്സ് നോട്ടിൽ എഫിലോട്ട് കൺവേർജ് ചെയ്യും. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഫൈ എൻ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആൻഡ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സൈ എൻ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി അത് ലിമിറ്റ് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എപ്സിലോൺ ചൂസ് ചെയ്തു. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഇനി എക്സ് നോട്ടിൽ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഡെൽറ്റ കിട്ടും. കണ്ടിന്യൂറ്റി ഓഫ് എഫ് യൂസ് ചെയ്താൽ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta such that whenever mod x minus x naught less than delta mod f of x minus f of x naught less than epsilon by 2 എന്ന് പറയാം അല്ലേ? that is f of x naught ഇതിനെങ്ങനെ എഴുതാം? മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എപ്സിലോൺ ബൈ 2 വെൻ എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ.
ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം ഗ്യാപ്പ് ഓഫ് പി എൻ, അതായത് നോം പി എൻ എന്ന് പറയുന്നത് കൺവേർജസ് ടു 0 ആണ്. അപ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റിയിലുള്ള ഈ ഒരു കൺവേർജൻസിനെ നമുക്ക് എങ്ങനെ പറയാം? കറസ്പോണ്ടിങ് ടു, നമ്മളിവിടെ ഡെൽറ്റ ആയിട്ട് എടുക്കുകയാണ് എപ്സിലോണിന് പകരം, അതായത് കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് എ സ്റ്റേജ് n സച്ച് ദാറ്റ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോം പി എൻ 0 കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം പി എൻ മൈനസ് 0 അല്ലേ, ഗ്യാപ്പ് ഓഫ് പി എൻ മൈനസ് 0, ദാറ്റ് ഈസ് ഗ്യാപ്പ് ഓഫ് പി എൻ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയാം. ആണല്ലോ, ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇനി x0 എന്ന് പറയുന്നത് ഒരു പാർട്ടീഷൻ പോയിന്റ് അല്ല. അപ്പം ഗ്യാപ്പ് ഓഫ് പി എൻ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ x0 എന്ന് പറയുന്നത് ഒരു പാർട്ടീഷൻ പോയിന്റ് അല്ല. അപ്പോൾ ഏതോ ഒരു പാർട്ടീഷനിലെ പോയിന്റാണ് x0. അപ്പോൾ ഈ x0 മൈനസ് ഡെൽറ്റ, x0 പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ലെങ്ത്ത് എന്താ, മാക്സിമം വരുന്ന ലെങ്ത്ത് പോലും ഡെൽറ്റനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റയാണ്. ഓക്കെ, ഗ്യാപ്പ് ഓഫ് പി എൻ ലെസ് ദാൻ ഡെൽറ്റ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ശേഷം നമ്മളിപ്പോൾ x0ൻ്റെ പാർട്ടീഷൻ, ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ x0 മൈനസ് ഡെൽറ്റ, x0 പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഇൻ്റർവെല്ല് അതെന്തായിരിക്കും? ഇതിൻ്റെ ഔട്ട്സൈഡിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ x0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് x0 മൈനസ് ഡെൽറ്റ, x0 പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവുക. in സബ്സെറ്റ് ഓഫ് x0 മൈനസ് ഡെൽറ്റ, x0 പ്ലസ് ഡെൽറ്റ. എന്തുകൊണ്ടാണ്? x0നെ കണ്ടെയ്ൻ ചെയ്യുന്ന പാർട്ടീഷനാണ് പാർട്ടീഷനല്ല, ഇൻ്റർവെല്ലാണ് in. അതിലുള്ള ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് പോലും, അതായത് ഏത് പാർട്ടീഷൻ പോയിന്റ്സ് എടുത്താലും അതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ് പോലും ലെസ് ദാൻ ഡെൽറ്റയാണ്, നമ്മൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള. അപ്പോൾ ഈ ഡിസ്റ്റൻസും എന്തായാലും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും, അതായത് in-ൻ്റെ ലെങ്ത്തും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? 2 ഡെൽറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഉണ്ടാവുക എന്ന് നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇനി എന്ത് പറയാം? ഇത് യൂസ് ചെയ്താൽ എഫ് ഓഫ് x0 മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ ഫൈ എൻ ഓഫ് x0 ആയിരിക്കും. ലെസ് ദാൻ എഫ് ഓഫ് x0 ലെസ് ദാൻ സൈ എൻ ഓഫ് x0 ലെസ് ദാൻ എഫ് ഓഫ് x0 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് സൈ എൻ ഓഫ് x0 മൈനസ് എഫ് ഓഫ് x0 ലെസ് ദാൻ എപ്സിലോൺ എന്താ? സൈ എൻ ഓഫ് x0 മൈനസ് എഫ് ഓഫ്, എവിടുന്ന് പറയാം? എഫ് ഓഫ് x0 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് x0 മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ ഫൈ എൻ ഓഫ് x0 ലെസ് ദാൻ എഫ് ഓഫ് x0 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. അതിൽ നിന്ന് എഫ് ഓഫ് x0 മൈനസ് ഫൈ എൻ ഓഫ് x0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. തിരിച്ചും എഫ് ഓഫ് x0 മൈനസ് ലെസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ സൈ എൻ ഓഫ് x0 ലെസ് ദാൻ എഫ് ഓഫ് x0 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. അതിൽ നിന്ന് സൈ എൻ ഓഫ് x0 മൈനസ് എഫ് ഓഫ് x0 ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ ഇതിന് എന്തായി? സൈ എൻ ഓഫ് x0 കൺവേർജസ് ടു എഫ് ആൻഡ് ഫൈ എൻ ഓഫ് x0 കൺവേർജസ് ടു എഫ് എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.